Good morning. Good morning, ma'am. Good morning. Good morning, teacher. Good morning, ma'am. Okay, good morning. Good morning, miss. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചാ? ചായയൊക്കെ കുടിച്ചോ എല്ലാവരും? ചായ കുടിച്ചു. മിസ് ചായ കുടിച്ചാ? പിന്നെ ഞാൻ നേരത്തെ കഴിക്കും. നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ എത്തണ്ടേ? പെട്ടെന്ന് നേരത്തെ കഴിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ നമ്പർ 4 ആണ് നമ്മൾ എടുത്തത് അല്ലെ, പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. നിങ്ങളത് വായിച്ചു നോക്കി വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു പുതിയൊരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാം കേട്ടോ. ചാപ്റ്റർ നമ്പർ 5 ആണ്. മൊഡ്യൂൾ 3-നകത്ത് ചാപ്റ്റർ നമ്പർ 5 ആണ് എടുക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് ഇതാണ്, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ഓക്കെ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ ഇനി നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിന്റെ എത്തിക്കൽ ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള കുറെ വശങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് കുറെ ഇല്ല, ഒത്തിരി ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് അതിനെ ഉള്ളിലേക്കൊന്നും ഇറങ്ങുന്നില്ല. പക്ഷെ നമ്മളുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ എത്തിക്കൽ ആയിട്ടുള്ള വശങ്ങളും പിന്നെന്താ പറയാ ലീഗൽ ആയിട്ടുള്ള വശങ്ങളെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൂടുതലും ഇതിനകത്ത് കുറച്ച് ലോകൾ പഠിക്കാൻ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ആക്ടുകൾ ലോകൾ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഏകദേശം ഒരു 10-15 ലോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഓരോ ലോ പഠിക്കുമ്പോൾ അതിന്റെ വർഷം എന്നാണ് ആ ലോ എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതിന്റെ വർഷം, പിന്നെ എന്താണ് ആ ലോയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, ആ ലോയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ആർക്കാണത് ഈ ലോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ലോയുണ്ട്. അത് കൂടാതെ മറ്റു പല ജനറൽ ലോയും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് വരുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മറ്റേ വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ചാപ്റ്റർ ആണ്, നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ലോ പഠിക്കുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് വരിക, കാരണം അതിന്റെ വർഷവും ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ പഠിക്കാൻ. കാര്യം അവിടെ നിന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ്. ലോ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്, അങ്ങനെയൊക്കെ എടുത്ത് ചോദിക്കുമ്പോൾ ഒരു 10-15 വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതെങ്ങനെയും ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമ്മൾ എങ്ങനെയും പഠിക്കാം കേട്ടോ. അത് നമ്മൾ ഇന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ മാത്രമാണ് അത് മാറിപ്പോവാതിരിക്കുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ചാപ്റ്ററിനകത്ത് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ചാപ്റ്റർ നമ്പർ 5. ചാപ്റ്റർ 5 ആണ് കേട്ടോ അശ്വതി, 5 ആണ്. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ഓക്കെ, അപ്പൊ നമ്മള് എത്തിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ധാർമ്മികമായിട്ടുള്ള വശങ്ങളാണ്. നിങ്ങളുടെ എത്ര ചാപ്റ്റർ നമ്പർ 38? ഓക്കെ, 38 ഞാൻ മൊഡ്യൂൾ വൈസ് ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അതിനകത്ത് ചാപ്റ്റർ 5 ആണ്. നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ 38 ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റെതായ കുറെ ധാർമ്മികമായിട്ടുള്ള വശങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, എത്തിക്കൽ സൈഡിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും? ലീഗൽ സൈഡും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവയെ കുറിച്ചാണ് പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്നത്. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനെ പറ്റിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ധാർമ്മിക വശങ്ങളും അതുപോലെ തന്നെ ലീഗൽ വശങ്ങളുമാണ് ഇന്ന് നമുക്ക് ആദ്യം കാണാനുള്ളത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എത്തിക്കൽ ആസ്പെക്ട്സ് ആണ് കേട്ടോ. എത്തിക്കൽ ആസ്പെക്ട് അതായത് എത്തിക്കൽ ആയിട്ടുള്ള വശങ്ങൾ, ധാർമ്മികമായിട്ടുള്ള വശങ്ങൾ ഇന്ത്യയുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ബൈ മെമ്പേഴ്സ് ഓഫ് ദ മെഡിക്കൽ പ്രൊഫഷൻ ടു കൺട്രോൾ ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ സോ ദാറ്റ് ഇറ്റ്സ് മെമ്പേഴ്സ് ഡു നോട്ട് ബ്രിങ് ഡിസ്ഗ്രേസ് ടു ദ പ്രൊഫഷൻ. ഇതാണ് അവിടെ പറയുന്നത്. അതായത് ഒരു കോഡ് ഓഫ് ബിഹേവിയർ. കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരുമാറ്റച്ചട്ടം എന്നൊക്കെ നമുക്ക് പറയും കേട്ടോ. ഈ പെരുമാറ്റച്ചട്ടത്തിന് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്തരത്തിലൊരു കോഡ് ഓഫ് ബിഹേവിയർ, ഒരു പെരുമാറ്റച്ചട്ടം ആര് സെറ്റ് ചെയ്തിട്ടുണ്ട്? മെഡിക്കൽ പ്രൊഫഷനിലെ മെമ്പേഴ്സ്, മെഡിക്കൽ പ്രൊഫഷനിലെ അംഗങ്ങള് ഒരു പെരുമാറ്റച്ചട്ടം അവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ടു കൺട്രോൾ ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ. ഓക്കെ, മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, മെഡിസിൻ പ്രാക്ടീസ് നിയന്ത്രിക്കുന്നതിനും അത് മാത്രമല്ല സോ ദാറ്റ് ഇറ്റ്സ് മെമ്പേഴ്സ്
ഡു നോട്ട് ബ്രിങ് ഡിസ്ഗ്രേസ് ടു ദ പ്രൊഫഷൻ. അത് മാത്രമല്ല, ഈ ഒരു മെഡിക്കൽ പ്രൊഫഷൻ ചെയ്യുന്ന ആളുകള്, ഓക്കെ, അതിലെ ജീവനക്കാര് ഒരു തരത്തിലും ആ ഒരു പ്രൊഫഷൻ എന്ത് ചെയ്യാനും പാടില്ല, ഡിസ്ഗ്രേസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അവരെ ആ ഒരു പ്രൊഫഷന്റെ ഡിഗ്രിക്ക് എപ്പോഴും അവര് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാനായിട്ട്. ഒരു തരത്തിൽ അപമാനിക്കുന്ന തരത്തില് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മെഡിക്കൽ പ്രൊഫഷനിലെ അംഗങ്ങള് ഒരു പെരുമാറ്റച്ചട്ടം ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞാല് പെരുമാറ്റച്ചട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മെഡിക്കൽ പ്രൊഫഷനിലെ അംഗങ്ങള്, മെമ്പേഴ്സുകള് ഒരു കോഡ് ഓഫ് ബിഹേവിയർ, ഒരു പെരുമാറ്റച്ചട്ടം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും അതിലെ ജീവനക്കാര് ആ ഒരു പ്രൊഫഷനെ ഒരു തരത്തിലും അപമാനിക്കുകയും ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പെരുമാറ്റച്ചട്ടം അതിനു വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പെരുമാറ്റച്ചട്ടത്തിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എത്തിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ നോക്കാം, ഒന്നുകൂടെ വായിക്കാം. Code of behavior set by the members of the medical profession to control the practice of medicine so that its members do not bring disgrace to the profession. Okay, disgrace ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അപമാനിക്കുക, തരം താഴ്ത്തി കാണിക്കുക, അല്ലെ? അങ്ങനെ ചെയ്യരുത്. കാര്യം മെഡിസിന് പ്രത്യേകിച്ച് ഏതൊരു ജോലി എടുത്താലും അതിൻ്റെതായ എത്തിക്സ് ഉണ്ട്, അല്ലെ? ഇതിപ്പോ മെഡിസിൻ ആയിക്കോട്ടെ, മറ്റെന്ത് ഫീൽഡ്, ഇപ്പൊ ടീച്ചിങ് ആയിക്കോട്ടെ, മറ്റെന്ത് പ്രൊഫഷൻ ആയിക്കഴിഞ്ഞാലും എല്ലാത്തിനും അതിൻ്റെതായ എന്തുണ്ട്, ഒരു ധാർമ്മിക വശമുണ്ട്, അല്ലെ? ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് വിട്ട് ഒരു കാരണവശാലും നമ്മൾ പെരുമാറാനായിട്ട് പാടില്ല. അങ്ങനെ പെരുമാറി കഴിഞ്ഞാല് നമ്മൾ ആ ഒരു പ്രൊഫഷനോട് കാണിക്കുന്ന എന്താണ്, ഒരു പ്രൊഫഷനോട് കാണിക്കുന്ന ഒരു മോശം കാര്യമാണ്. ഓക്കെ, അത് മനസ്സിലാക്കാമോ? പിന്നെന്താണ്, അറ്റ് ഇറ്റ്സ് സിംപ്ലസ്റ്റ് എത്തിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. അതന്നെ, അനീതി. വാക്ക് കിട്ടിയില്ല എനിക്ക്, ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ, അനീതിയാണ്. അതെ. അപ്പൊ നോക്കുക, അറ്റ് ഇറ്റ്സ് സിംപ്ലസ്റ്റ് എത്തിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾ. എന്താണ് എത്തിക്സ് എന്ന് പറഞ്ഞാല്? എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടാ, അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ഈ പറയുന്ന ആദ്യത്തെ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോഡ് ഓഫ് ബിഹേവിയർ ആരാണ് അത് സെറ്റ് ചെയ്യുന്നത്? ആരാണ് സെറ്റ് ചെയ്യുന്നത്? മെഡിക്കൽ പ്രൊഫഷനിലെ അംഗങ്ങളാണ്. എത്തിക്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു മോറൽ പ്രിൻസിപ്പിൾസ് ആണ്, അതായത് ധാർമ്മികമായിട്ടുള്ള എന്താ പറയാ തത്വങ്ങളുടെ ഒരു സംവിധാനം ആണ് എന്തെന്ന് പറയുന്നത് എത്തിക്സ്. ഓക്കെ സാധ്യത, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ എത്തിക്സ്. ഇനി എന്താണ് എത്തിക്സ് എന്ന് വേറൊരു സെന്റൻസിൽ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് വായിക്കാം. എത്തിക്സ് ഈസ് കൺസേൺഡ് വിത്ത് വാട്ട് ഈസ് ഗുഡ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി ആൻഡ് ഈസ് ആൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് എ മോറൽ ഫിലോസഫി. മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എത്തിക്സ് ഈസ് കൺസേൺഡ് വിത്ത് വാട്ട് ഈസ് ഗുഡ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി ആൻഡ് ഈസ് ആൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് എ മോറൽ ഫിലോസഫി. അപ്പൊ എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന വ്യക്തികളും ആ വ്യക്തികൾ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ നല്ലതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് അതിന്റെ നന്മയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വശമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? പല രീതിയിൽ എത്തിക്സിനെ അവർ ഡിഫൈൻ ചെയ്യാണ് കേട്ടോ. എത്തിക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പല രീതിയിൽ അവര് ഡിഫൈൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ പറയാണ്, എ കോഡ് ഓഫ് എത്തിക്സ് ഇസ് വൈഡ് which gives employees or members a general idea of what kinds of behavior and decisions are desirable and encouraged at a business or organization. അതായത് ഈ കോഡ് ഓഫ് എത്തിക്സ് ഈസ് വൈഡ്. ശരിക്കും നമ്മൾ ഈ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, വളരെ വൈഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഒരു വിശാലമായിട്ടുള്ള ഒരു ആശയമാണ്. കാര്യം ഒരു നേരോ കൺസെപ്റ്റ് അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഒരു ബിസിനസ് എന്താവട്ടെ, ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽ ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ? അപ്പൊ ഏതൊരു ഓർഗനൈസേഷൻ ആയാലും ഏതൊരു ബിസിനസ് ആയാലും ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങള് അല്ലെങ്കിൽ തീരുമാനങ്ങളാണ് ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ളത്, ഏറ്റവും അഭികാമ്യമായിട്ടുള്ളതും ആ ഒരു പ്രൊഫഷന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, അതിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒന്നാണ് എന്ത്, ഈ പറയുന്ന എത്തിക്സ്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? അതായത് എത്തിക്സ് എന്ന് പറയുന്ന ഒരു നാരോ കൺസെപ്റ്റ് അല്ല. ഓക്കെ, നാരോ കൺസെപ്റ്റ് അല്ല, വളരെ വിശാലമായിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ്. കാര്യം എന്താന്ന് വെച്ചാല് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. അപ്പൊ അങ്ങനെയുള്ളതിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ അവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കുന്ന
ഒരു എന്താ പറയാ ആശയമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യണം. ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, നമ്മൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു എത്തിക്സ് ഉണ്ട് അല്ലെ. ആ എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്, അവിടുത്തെ ജീവനക്കാർ ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പെരുമാറ്റമാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് ആ ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയെ സംബന്ധിച്ച് ഏറ്റവും എന്താ പറയാ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ളത് നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം അല്ലെ. അത് ഓരോ ജീവനക്കാരും ഫോളോ ചെയ്തു പോകേണ്ടതാണ് അവിടുത്തെ എത്തിക്സ് എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് ജനറൽ ഐഡിയ കൊടുക്കുന്ന, ആർക്ക് കൊടുക്കുന്ന, അവിടുത്തെ ജീവനക്കാർക്ക് തന്നെ കൊടുക്കുന്ന ഒരു സംഭവമാണിത് ഈ പറയുന്ന കോഡ് ഓഫ് എത്തിക്സ്. ഓക്കെ, ആ അർത്ഥത്തില് എന്താണ്, ഇതൊരു വിശാലമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഒന്നുകൂടെ പറയണോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നല്ല രീതിയിൽ അവിടെ ഒരു എത്തിക്സ് ഉണ്ട്. ഇതൊരു സ്ഥാപനത്തിൽ ഇപ്പൊ ഒരു ടീച്ചിങ് ആണെങ്കിൽ അതിനൊരു എത്തിക്സ് ഉണ്ട്. അതുപോലെ ഒരു മെഡിക്കൽ പ്രൊഫഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു എത്തിക്സ് ഉണ്ട്. അതായത് ആ ഒരു പെരുമാറ്റ ചട്ടങ്ങളുണ്ട്, അതിനനുസരിച്ച് വേണം അവിടുത്തെ ജീവനക്കാർ എപ്പോഴും പ്രവർത്തിക്കാനായിട്ട്. ആ എത്തിക്സ് വിട്ട് പെരുമാറി കഴിഞ്ഞാൽ ആ സ്ഥാപനത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയാണ്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് കോഡ് ഓഫ് എത്തിക്സ്. മനസ്സിലാവും? അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വിശാലമായിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇനി എന്താണ് പറയുന്നത്? എ കോഡ് ഓഫ് കണ്ടക്ട്. വീണ്ടും ഇത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ തിരിച്ചു പറയുന്നത് കേട്ടോ. എ കോഡ് ഓഫ് കണ്ടക്ട്. കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് തന്നെ കോഡ് ഓഫ് ബിഹേവിയർ, പെരുമാറ്റച്ചട്ടം പറഞ്ഞത് തന്നെയാണ്, എത്തിക്സ് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. A code of conduct mentions how employees or members have to act in a particular situation. അതായത് ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും ജീവനക്കാര്, അവിടുത്തെ എംപ്ലോയീസ്, അവിടുത്തെ ജീവനക്കാര്, മെമ്പേഴ്സ് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പരാമർശിക്കുന്നത് ഇതിലൂടെയാണ്, ഈ പറയുന്ന കോഡ് ഓഫ് കണ്ടക്റ്റിലൂടെയാണ്. അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സാഹചര്യങ്ങളിലും അവിടുത്തെ ജീവനക്കാരെ എങ്ങനെ വേണം പെരുമാറാനായിട്ട് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എത്തിക്കൽ ആസ്പെക്ട് ആണ് പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം, മനസ്സിലാവാത്തവർ ഒന്നുകൂടെ ശ്രദ്ധിക്കാം കേട്ടോ. അതായത് നമ്മള് ഹോസ്പിറ്റലിന്റെ എത്തിക്കൽ ആസ്പെക്ട് ആണ് കേട്ടോ പറയുന്നത്, ധാർമ്മികമായിട്ടുള്ള വശങ്ങളാണ് നമ്മൾ പറയുന്നത്. അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മെഡിക്കൽ പ്രൊഫഷനിലെ അംഗങ്ങള് ഒരു കോഡ് ഓഫ് ബിഹേവിയർ, ഒരു പെരുമാറ്റച്ചട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മെഡിസിൻ പ്രാക്ടീസ് കൺട്രോൾ ചെയ്യുന്നതിനും അവിടുത്തെ ജീവനക്കാര് ആ ഒരു പ്രൊഫഷനെ അപമാനിക്കാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു എന്താ പറയാ കോഡ് ഓഫ് ബിഹേവിയർ, ഒരു പെരുമാറ്റച്ചട്ടം അവിടുത്തെ മെമ്പേഴ്സുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സിനെ പല രീതിയിൽ അവർ നോക്കിക്കാണുകയാണ്. എത്തിക്സിനെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. അതായത് ധാർമ്മികമായിട്ടുള്ള കുറെ തത്വങ്ങളുടെ ഒരു കൂട്ടമാണ് എത്തിക്സ്. അതൊരു ഡെഫിനേഷനാണ്, ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ പറയാം. പിന്നെ എങ്ങനെ നമുക്ക് പറയാം? എത്തിക്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തികളുടെയും ആ ഒരു വ്യക്തികൾ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ നന്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നല്ലതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മോശം സൈഡുകളെ കുറിച്ചൊന്നും അവിടെ പറയുന്നില്ല. എത്തിക്സ് എന്ന് പറയുമ്പോൾ ധാർമ്മികമായിട്ടുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എന്താണ്, വ്യക്തികളും അവർ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ നല്ലതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശയമാണ് എത്തിക്സ്. അത് വേറൊരു രീതിയിൽ നമ്മൾ തന്നെ നോക്കിക്കണ്ടതാണ്. പിന്നെ നമുക്ക് എന്ത് പറയാം? ഈ ഒരു എത്തിക്സ്, കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ബിസിനസ്, ഹോസ്പിറ്റൽ പോലെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, ആ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങളാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നും, അത് മാത്രമല്ല എന്താണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്, ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ആശയം അവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്, ഒരു ഇതാണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണെന്ന് പറയുന്നത്. പിന്നെ വീണ്ടും പറയാണ്, കോഡ് ഓഫ് കണ്ടക്ട് എപ്പോഴും പരാമർശിക്കുന്നത് എന്താണ്, ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും അവിടുത്തെ ജീവനക്കാരെ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ആശയമാണ് കോഡ് ഓഫ് കണ്ടക്ട്, അതായത് പെരുമാറ്റച്ചട്ടം അഥവാ നമ്മൾ പറയുന്ന എത്തിക്സ്. ക്ലിയർ ആയോ പറഞ്ഞത്? എന്തെങ്കിലും മനസ്സിലാവാത്തണ്ട നിങ്ങൾക്ക്? ഒന്ന് ഓക്കെ ആണെങ്കിൽ ഒന്ന് തമ്പിട്ടെ നിങ്ങള്, ക്ലിയർ ആണെങ്കിൽ. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ, മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. എന്താണ് ഐശ്വര്യ, എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് നമ്മൾ എത്തിക്സിനെ പല രീതിയിൽ നോക്കിക്കാണാം കേട്ടോ. ഒന്നുകൂടി പറയണം. ഓക്കെ ഓക്കെ, കൺട്രോൾ ഓഫ് മെഡിസിൻ എന്ന് പറയണം. ഓക്കെ ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അതായത് എത്തിക്സ് എന്ന് പറഞ്ഞാല്
ധാർമ്മിക വശങ്ങളാണ് കേട്ടോ. അപ്പൊ മനസ്സിലായിട്ടില്ല കുറെ പേർക്ക് അല്ലെ? ഓക്കെ, അതായത് നമ്മൾ ധാർമ്മികമായിട്ടുള്ള വശങ്ങളാണ് പറയുന്നത് ഹോസ്പിറ്റലിന്റെ. അപ്പൊ ഈ ധാർമ്മിക എത്തിക്സിനെ നമ്മൾ പല രീതിയിൽ നോക്കിക്കാണാണ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയാം, ഒന്നുമില്ല, ഒരു പെരുമാറ്റച്ചട്ടമാണത് കേട്ടോ. ആ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാര് എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ച് ഒരു മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. അതാണ് അവിടെ കോഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട്, എത്തിക്സ് എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം തന്നെ ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റച്ചട്ടാണ്, കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാലും പെരുമാറ്റച്ചട്ടാണ്. അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് എത്തിക്സ്. മനസ്സിലായോ? അതായത് ഒരു മെഡിക്കൽ പ്രൊഫഷനിലെ അംഗങ്ങള് എന്ത് ചെയ്തിട്ടുണ്ട്, കോഡ് ഓഫ് ബിഹേവിയർ, ഒരു സെർട്ടൈൻ സെറ്റ് ഓഫ് പെരുമാറ്റച്ചട്ടങ്ങൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്തിനാന്ന് വെച്ചാൽ ഈ മെഡിസിൻ പ്രാക്ടീസ് ഉണ്ടല്ലോ, മെഡിക്കൽ പ്രൊഫഷൻ, അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട്. കാര്യം ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവര് പബ്ലിക്കിന് കൊടുക്കുന്ന ചില സേവനങ്ങളുണ്ട്, അതിലൊരു ധാർമ്മിക വശങ്ങളുണ്ട്. അതായത് അവരുടെ ഒരു എത്തിക്സ് ഉണ്ട്. അത് വിട്ടൊരിക്കലും പേഷ്യൻസിനോട് പെരുമാറാനോ അങ്ങനെയൊന്നും പാടില്ല. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ എന്താ പറയാ, മെഡിസിൻ പ്രാക്ടീസ് നിയന്ത്രിക്കുന്നതിനും പിന്നെ മാത്രമല്ല അതിലെ ആളുകള്, അതായത് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സ് ഉണ്ട്, മറ്റു മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്. അവരൊരിക്കലും ആ ഒരു ജോലിനെ എന്ത് ചെയ്യാൻ പാടില്ല, അപമാനിക്കാനായിട്ട് പാടില്ല. മനസ്സിലായോ? ആ ഒരു പെരുമാറ്റച്ചട്ടം വിട്ട് പെരുമാറാനായിട്ട് പാടില്ല, അതാണ് അപമാനിക്കാനായിട്ട് പാടില്ല. അപ്പൊ ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എന്താ പറയാ കോഡ് ഓഫ് ബിഹേവിയറിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ഒരു ധാർമ്മികമായിട്ടുള്ള തത്വങ്ങളുടെ ഒരു കൂട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ പെരുമാറണം എന്നതിനെ കുറിച്ചൊക്കെ എന്താ പറയാ വിശദമാക്കുന്ന ഒരു ആശയമാണ് എന്തെന്ന് പറയുന്നത് കോഡ് ഓഫ് എത്തിക്സ്. അത് വളരെ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓരോ സിറ്റുവേഷനിലും ആളുകൾ എന്ന് വെച്ചാൽ പബ്ലിക് അല്ലാട്ടോ, ആ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാര് എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കുന്നത് കോഡ് ഓഫ് കണ്ടക്റ്റിലൂടെയാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആയോ? ബുദ്ധിമുട്ടുണ്ടോ മനസ്സിലാക്കാനായിട്ട് എത്തിക്സ് എന്താന്നുള്ളത്? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, ഒരു 5 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കി. നിങ്ങള് ഒന്ന് വായിക്കുന്നില്ല, മനസ്സിലായിച്ചാ ഒന്ന് വായിച്ചു നോക്ക്. വായിക്കാം. The code of behavior set by the members of the medical profession to control the practice of medicine so that its members do not bring disgrace to the profession. Okay. പിന്നെ എന്താണ്? അറ്റ് ഇറ്റ്സ് സിംപ്ലസ്റ്റ്, എത്തിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ധാർമ്മിക തത്വങ്ങളുടെ ഒരു സംവിധാനമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഡെഫിനേഷൻ എന്താണ് പറയുന്നത്? എത്തിക്സ് ഈസ് കൺസേൺഡ് വിത്ത് വാട്ട് ഈസ് ഗുഡ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി ആൻഡ് ഈസ് ആൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് എ മോറൽ ഫിലോസഫി. മനസ്സിലായോ? എത്തിക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് അല്ലെ, വ്യക്തികളും അവരുൾപ്പെടുന്ന സമൂഹത്തിന്റെ നല്ലതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നന്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ മോറൽ ഫിലോസഫി. നമുക്ക് വേണമെങ്കിൽ ധാർമ്മിക തത്വശാസ്ത്രം എന്നൊക്കെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, പിന്നെന്താണ്? എ കോഡ് ഓഫ് എത്തിക്സ് ഇസ് വൈഡ്. കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. വിച്ച് ഗീവ്സ് എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ്, അതായത് അവിടുത്തെ എംപ്ലോയീസിനും മെമ്പേഴ്സിനും അവരെന്ത് ചെയ്യുന്നു, എ ജനറൽ ഐഡിയ ഓഫ് വാട്ട് കൈൻഡ്സ് ഓഫ് ബിഹേവിയർ ആൻഡ് ഡിസിഷൻസ് ആർ ഡിസൈറബിൾ. ഓക്കെ, ആൻഡ് എൻകറേജ്ഡ് അറ്റ് എ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങളാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ജനറൽ ഐഡിയ അവിടുത്തെ എംപ്ലോയീസിനും മറ്റുള്ള അംഗങ്ങൾക്കും കൊടുക്കുന്ന ഒരു ആശയമാണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? എ കോഡ് ഓഫ് കണ്ടക്ട്. ഇതൊക്കെ സെയിം ആണ് കേട്ടോ, ഒന്നും വ്യത്യാസമില്ല. കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എത്തിക്സ് തന്നെയാണ് കേട്ടോ, എത്തിക്സ് തന്നെയാണ് പെരുമാറ്റച്ചട്ടം എന്ന് പറയും കേട്ടോ. ഇറ്റ് മെൻഷൻസ് ഹൗ എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് ഹാവ് ടു ആക്ട് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും അവിടുത്തെ മെമ്പേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ എംപ്ലോയീസ് ഏത് രീതിയിൽ പെരുമാറണം എന്ന് പരാമർശിക്കുന്ന ഒന്നാണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം നിങ്ങളോട് ചോദിക്കാണ്. ഡാഷ് സെറ്റ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ മെഡിക്കൽ പ്രൊഫഷൻ ടു കൺട്രോൾ ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ. എന്താണ് ഉത്തരം വരിക? കോഡ് ഓഫ് ബിഹേവിയർ, പെരുമാറ്റച്ചട്ടം. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാണ് ഡാഷ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. എന്താണ്?
എത്തിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാണ് ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് വാട്ട് ഈസ് ഗുഡ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? എത്തിക്സ് ആണ് അല്ലെ. വ്യക്തികളുടെയും അവര് ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ നന്മയുമായിട്ട് ബന്ധപ്പെട്ടത് എത്തിക്സ് ആണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം ഡാഷ് മെൻഷൻസ് ഹൗ എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് ഹാവ് ടു ആക്ട് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. എന്താണ്? കോഡ് ഓഫ് കണ്ടക്ട്. എന്താണ്? കോഡ് ഓഫ് കണ്ടക്ട് മെൻഷൻസ് ഹൗ എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് ഹാവ് ടു ആക്ട് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഓക്കെ ആണ്, മനസ്സിലായില്ലേ? ഇനി അപ്പൊ അതാണ് നമ്മൾ കണ്ടത്. എന്താണ്? എത്തിക്കൽ ആസ്പെക്ട് ആണ് കേട്ടോ നമ്മൾ കണ്ടത്. അതായത് ധാർമ്മികമായിട്ടുള്ള ഒരു വശമാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ലീഗൽ ആസ്പെക്ട് ആണ് കേട്ടോ. അതായത് നിയമപരമായിട്ടുള്ള വശങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, നിയമപരമായിട്ടുള്ള വശങ്ങൾ എന്ന് പറഞ്ഞ ലോ എന്താണെന്ന് നമ്മൾക്കറിയണം. വാട്ട് ഈസ് ലോ? എന്താണ് ലോ? എന്താണ് നിയമം എന്ന് ചോദിച്ചാൽ എങ്ങനെയൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? 3 ഡെഫിനിഷൻ പോലെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3ഉം ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3ഉം ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ദ ഹ്യൂമൻ ആക്ഷൻ. ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് കേട്ടോ. എന്താണ് ലോ എന്ന് പറഞ്ഞാൽ? ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. അതായത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നയിക്കുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിയമം എന്ന് പറയുന്നത്. ഒരു ഡെഫിനേഷൻ ആണ് കേട്ടോ. ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ദ ഹ്യൂമൻ ആക്ഷൻ. മനുഷ്യ പ്രവർത്തനങ്ങളെ നയിക്കുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ്, സെറ്റ് ഓഫ് എന്താണ്? കൂട്ടം, നിയമങ്ങളുടെ ഒരു കൂട്ടം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡെഫിനിഷൻ എന്താണ്? ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. അടുത്ത ഒരു ഡെഫിനേഷൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്ന അവകാശങ്ങളുടെയും കടമകളുടെയും എന്താണ്? ഒരു സംവിധാനമാണ് ലോ എന്ന് പറയുന്നത്. വേറൊരു രീതിയിൽ നിർവചിക്കാൻ കേട്ടോ. നിയമം എന്ന് പറയുന്നത് എന്താണ്? ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്ന റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ അല്ലെ, അവകാശങ്ങളുടെയും കടമകളുടെയും ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ലോ എന്ന് പറയുന്നത്, നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു ഡെഫിനിഷൻ നോക്കിയേ. ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ ഭരണകൂടവും പിന്നെന്താണ്? നിയമനിർവഹണ വിഭാഗവും അല്ലെ, നീതി നിർവഹണ വിഭാഗവും അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങൾ, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ലോ എന്ന് പറയാം. മനസ്സിലായോ? അതായത് നമ്മുടെ ഭരണകൂടവും നീതി നിർവഹണവും അംഗീകരിച്ച, റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം എന്താണ്? തത്വങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 ഡെഫിനിഷനാണ് നമ്മൾ ലോയിനെ കുറിച്ച് പഠിച്ചത് അല്ലെ. 3ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. മനുഷ്യ പ്രവർത്തനങ്ങളെ നയിക്കുന്ന ഒരു കൂട്ടം, ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ് ലോ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഡെഫിനിഷൻ. രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ ഭരണകൂടം ഇമ്പോസ് ചെയ്യുന്ന അല്ലെ, ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്ന അവകാശങ്ങളുടെയും കടമകളുടെയും എന്താണ്? ഒരു സംവിധാനമാണ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഡെഫിനിഷൻ എന്താണ് നമ്മൾ പറഞ്ഞത്? ഭരണകൂടവും നീതി നിർവഹണവും അംഗീകരിച്ച എന്താണ്? തത്വങ്ങളുടെ ഒരു കൂട്ടമാണ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 തരത്തിൽ നമ്മൾ ലോയിനെ ഡിഫൈൻ ചെയ്തേക്കാണ്. അപ്പൊ നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, ഡാഷ് മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. എന്താണ് ഉത്തരം? ലോ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഡാഷ് ഇസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. എന്താണ് ഉത്തരം? ലോ തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ ചോദിക്കുകയാണ്, ഡാഷ് ഇസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. എന്താണ്? ലോ ആണ്. ഓക്കെ, അപ്പൊ 3 ഡെഫിനിഷൻസ് നമ്മൾ കണ്ടു കേട്ടോ. ഇനി എന്താണ് പറയുന്നത്? Courts or police may impose this system of rules and punish the people who violate the laws, such as by paying a fine or other penalty, including jail. അപ്പൊ ഈ പറയുന്ന നിയമങ്ങളെല്ലാം തന്നെ ആരാണ് ഇമ്പോസ് ചെയ്യുന്നത്? ആരാണ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത്? കോർട്ടും പോലീസും ഒക്കെയാണ് അല്ലെ. നമ്മുടെ നീതി നിർവഹണ ഏജൻസികൾ ആരൊക്കെയാണ്? പോലീസും കോടതിയും ഒക്കെയാണ് അല്ലെ. ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം തന്നെ നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത് കോടതിയും പോലീസും ഒക്കെയാണ് അല്ലെ. അവർക്കാണ് ഈ പറയുന്ന ലോയൊക്കെ എന്താ പറയാ ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുള്ളത്, റൈറ്റ് ഉള്ളത്. അത് മാത്രമല്ല, ഇത്തരം നിയമങ്ങളെല്ലാം വയലേറ്റ് ചെയ്യുന്ന അല്ലെ, ഇത്തരം നിയമങ്ങളെല്ലാം ലംഘിക്കുന്ന ആളുകളെ പനിഷ് ചെയ്യാനുള്ള അല്ലെ, അവരെ ശിക്ഷിക്കാനുള്ള അധികാരം ആർക്കുണ്ട്?
നമ്മുടെ കോർട്ടിനും പോലീസിനും ഒക്കെ ഉണ്ട്. കാര്യം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നീതി നിർവഹണ വിഭാഗങ്ങളാണ് ആര്? പോലീസും കോടതി എന്നൊക്കെ പറയുന്നത് അല്ലെ. എങ്ങനെയൊക്കെ അവർക്ക് ശിക്ഷിക്കാമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഫൈൻ അടപ്പിക്കാം, അല്ലെങ്കിൽ ജയിൽ ശിക്ഷ വേണമെങ്കിൽ കൊടുക്കാമെന്നാണ് പറയുന്നത് അല്ലെ, നിയമങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മുടെ നീതി നിർവഹണ ഏജൻസികൾ പോലീസും കോർട്ടാണ്. അവരാണ് ഈ പറയുന്ന നിയമങ്ങളെല്ലാം തമ്മിൽ ഇമ്പോസ് ചെയ്യുന്നത്. മാത്രമല്ല, ഇത്തരം നിയമങ്ങൾ നമ്മൾ വയലേറ്റ് ചെയ്താൽ ശിക്ഷിക്കാനുള്ള ഒരു അധികാരം കൂടെ ആർക്കുണ്ട്? അവർക്കുണ്ട് അല്ലെ, പോലീസിനും കോടതിക്കൊക്കെ ഉണ്ട്. അതൊന്നില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പിഴയടപ്പിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ജയിൽ ശിക്ഷ വരെ ലഭിക്കും. ഓക്കെ, നമുക്ക് ജനറൽ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ രണ്ട് സൈഡുകളാണ് കണ്ടത് കേട്ടോ. എത്തിക്കൽ ആസ്പെക്ട് നമ്മൾ മനസ്സിലാക്കി, അതുപോലെ തന്നെ എന്താണ് ലീഗൽ ആസ്പെക്ട് മനസ്സിലാക്കി. അതായത് ഒരു ഹോസ്പിറ്റലിലെ ധാർമ്മികമായിട്ടുള്ള വശം, എത്തിക്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, ലീഗൽ ആസ്പെക്ടിൽ ലോ എന്താണെന്നുള്ളതും മനസ്സിലാക്കി. ഇത് രണ്ടും നമുക്ക് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. Hospital administration is obliged to have a clear understanding of ethical and legal responsibilities. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന കുട്ടികളാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ എത്തിക്കൽ ലീഗൽ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ, കൃത്യമായിട്ടുള്ള ഒരു വിവരം, അതിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്താന്ന് വെച്ചാല് the management is responsible for the policies for keeping a safe hospital, physical facilities and services. എന്താണ് അവിടെ പറയുന്നത്? അതായത് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ആശുപത്രി അല്ലെ, ഒരു സുരക്ഷിതമായിട്ടുള്ള ആശുപത്രി, അതുപോലെ തന്നെ നല്ല ഭൗതിക സാഹചര്യങ്ങള്, നല്ല സേവനങ്ങള്, അങ്ങനെയുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ആശുപത്രി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസികൾ, അങ്ങനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങളെല്ലാം തന്നെ എന്താണ് രൂപപ്പെടുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ് എന്ത്? ഒരു സുരക്ഷിതമായിട്ടുള്ള ആശുപത്രി, അത്യാവശ്യം നല്ല ഭൗതിക സാഹചര്യങ്ങളും കുഴപ്പമില്ലാത്ത ആളുകൾക്ക് നല്ല സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു നല്ല ആശുപത്രി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നയങ്ങളും എല്ലാ പോളിസികളും രൂപപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനാണ്. ഓക്കെ, അത് മാത്രമല്ല they must ensure building conforms to regional bylaws, safety regulations, സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്സ്. അത് മാത്രമല്ല ആ ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് എല്ലാവിധ എന്താ പറയാ സുരക്ഷാ നിയമങ്ങളും സേഫ്റ്റി റെഗുലേഷൻസ് അല്ലെ, ഈ പറയുന്ന സുരക്ഷാ ചട്ടങ്ങളും ശുചിത്വ ക്രമീകരണങ്ങളും ഒക്കെ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതും ആര് തന്നെയാണ്? അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അത് മാനേജ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തറിഞ്ഞിരിക്കണം? ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ വശങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള മാനേജ്മെന്റ് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലായോ? എന്താണ് അവിടെ പറയുന്നത്? മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പോളിസി for keeping a safe hospital, physical facilities and services, and they must ensure the building conforms to the regional bylaws, safety regulations, sanitation arrangements. Okay. ഇപ്പൊ നോക്കാം, ഹോസ്പിറ്റൽസ് ബീയിങ് an inevitable part of the social system and is subject to all laws of the land. അതായത് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയുടെ തന്നെ ഏറ്റവും എന്താണ് പ്രധാനപ്പെട്ട ഭാഗമാണ്. പ്രധാനപ്പെട്ട ഭാഗം എന്നല്ല, ഒഴിച്ചുകൂടാനാവാത്തൊരു ഭാഗമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും ഹോസ്പിറ്റലിനും ബാധകമാണ്. അല്ലെങ്കിൽ ഹോസ്പിറ്റല് നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങൾക്കും വിധേയമാണ്. കാര്യം എന്താ? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇൻഎവിറ്റബിൾ പാർട്ടാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും ഹോസ്പിറ്റലിന് ബാധകമാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തീർച്ചയായിട്ടും ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് നല്ലൊരു അറിവ് ഉണ്ടാവണം എന്ന് പറയാൻ കാരണം ഇതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കിയേ, ദ ഹോസ്പിറ്റൽസ് ഷുഡ് ബി safe from the explosives and inflammatory gases, chemicals, machinery, steel damages from slippery floors, etc. അത് മാത്രമല്ല നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എക്സ്പ്ലോസീവ്സ് അല്ലെ, സ്ഫോടക വസ്തുക്കള്, അല്ലെങ്കിൽ പെട്ടെന്ന് കത്തുപിടിക്കുന്ന ഗ്യാസുകള്, പിന്നെ കെമിക്കൽസ്, മറ്റ് എന്താ പറയാ അപകടം ഉണ്ടാക്കുന്ന ചില മെഷീനറികൾ, സ്റ്റീം ഡാമേജസ് അല്ലെ, നീരാവി കൊണ്ടൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും അപകടങ്ങൾ, അല്ലെങ്കിൽ സ്ലിപ്പറി ഫ്ലോർസ് അല്ലെ, ഈ പറയുന്ന പെട്ടെന്ന് എന്താ പറയാ തെന്നി വീഴുന്ന ഫ്ലോറുകള്, അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ സുരക്ഷിതമായിരിക്കണം എന്ത് നമ്മുടെ ഹോസ്പിറ്റൽ കെട്ടിടം അല്ലെ. ഒരു തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാക്കുന്ന ഒരു ഇതായി മാറരുത് അല്ലെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മള് ഇതുവരെ പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ് അല്ലെ.
ഇപ്പൊ ഒന്നുകൂടി പറയണ്ടല്ലോ. അപ്പൊ നമ്മള് രണ്ട് കാര്യങ്ങൾ ഇത് ക്ലിയർ ആയിട്ട് പോകേണ്ട കാര്യം, ഇവിടെ നിന്ന് ഒത്തിരി അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇത് പറയാൻ കാരണം, ടൈം എടുത്ത് പറയാൻ കാരണം അതുകൊണ്ടാണ് കേട്ടോ. കാര്യം ലോയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ലോ എന്താണ്, അപ്പൊ 3 ഡെഫിനേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടായാലും നിങ്ങളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് നല്ലൊരു ധാരണ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലെ. അത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ധാർമ്മികമായിട്ടുള്ള വശങ്ങൾ എത്തിക്സ് എന്താണെന്ന് നമ്മൾ കണ്ടു. എത്തിക്സിനെ നമ്മൾ പല രീതിയിൽ ഡിഫൈൻ ചെയ്തു. അതുപോലെ ലീഗൽ ആസ്പെക്ട് മനസ്സിലാക്കി. ലോയിനെ നമ്മൾ 3 രീതിയിൽ ഡിഫൈൻ ചെയ്തു. പിന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നീതി നിർവഹണ ഏജൻസി എന്ന് പറയുന്നത് പോലീസും കോടതിയൊക്കെയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. എന്താണ് why it is necessary for hospitals and medical administrators to be aware of ethical and legal aspects of hospital administration. അതായത് ഇവിടെ എന്താ ചോദിക്കുന്നത്, നമ്മളൊരു കാര്യം പറഞ്ഞു അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എത്തിക്കൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. എന്താണ് അതിന്റെ ആവശ്യകത? ഇതാണ് അവർ ചോദിച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്, അതിന്റെ ആവശ്യകത എന്താണെന്നാണ് പറയുന്നത്. ഒത്തിരി റീസൺസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ റീസൺസുകളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് ഭയങ്കരമായിട്ടൊന്നും ചെയ്യേണ്ട, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് റീസൺസ് കേട്ടോ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്, അതായത് ഈ പറയുന്ന മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. ഓക്കെ, വർദ്ധിച്ചു വരികയാണ്. അപ്പൊ എന്താണ്, അപ്പൊ നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ഈ മെഡിക്കോ ലീഗൽ കേസ് എന്ന് ചോദിക്കാം. അപ്പൊ അത് നമ്മൾ അടുത്തത് പറയുന്നുണ്ട് കേട്ടോ. അത് തന്നെ കറക്റ്റ് ആണ്. ആക്സിഡന്റ്, റേപ്പ്, ഓക്കെ കറക്റ്റ് ആണ്. പലതരത്തിലുള്ള നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇഷ്ടം പോലെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. എന്തുമാത്രം മെഡിക്കോ ലീഗൽ കേസുകളാണ്, നിയമപരമായിട്ട് വരുന്ന ചില മെഡിക്കൽ കേസുകളുണ്ട് കേട്ടോ. അതെ, സൂയിസൈഡ്, അതുപോലെ തന്നെ കൊലപാതകങ്ങള്, മറ്റ് പീഡനങ്ങള് അല്ലെ, റേപ്പ്, സെക്ഷൽ അസാൾട്ട്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. അത്തരത്തിലുള്ള മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ലീഗൽ ആസ്പെക്റ്റും എത്തിക്കൽ ആസ്പെക്റ്റും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതൊക്കെ അറിഞ്ഞാലാണ് ഇതിനെതിരെയൊക്കെ നമുക്ക് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുള്ളൂ കേട്ടോ. അതാണ് ആ ഒരു പോയിന്റ്, ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. രണ്ടാമത്തെ പോയിന്റ് മിനിമൈസ് ദ സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്, അതായത് നമ്മുടെ സിവിൽ ക്രിമിനൽ എന്താ പറയാ ലീഗൽ പ്രൊസീഡിങ്സ്, ഓക്കെ, നിയമ നടപടികളൊക്കെ പരമാവധി എന്താ പറയാ മിനിമൈസ് ചെയ്യാനായിട്ട്, നടപടികളൊക്കെ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, എന്നുവെച്ചാൽ അങ്ങനെയുള്ള കേസുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സിവിൽ ആൻഡ് ക്രിമിനൽ കേസുകളുടെ ആ ഒരു എന്താ പറയാ നടപടിക്രമങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തറിഞ്ഞിരിക്കണം, ഈ പറയുന്ന ലീഗൽ ആസ്പെക്റ്റും എത്തിക്കൽ ആസ്പെക്റ്റും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. ഓക്കെ, പിന്നെ എന്താണ് എൻഷുവർ ദ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. എൻഷുവർ ദ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ, നമ്മുടെ ആരോഗ്യ പരിചരണത്തിന്റെ മെഡിക്കൽ കെയറിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, മെഡിക്കൽ കെയറിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് വേണ്ടി. നമുക്കറിയാം, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് അല്ലെ, മൗലിക അവകാശങ്ങളുണ്ട്. അതിനകത്ത് ആർട്ടിക്കിൾ 21 തന്നെ നമുക്ക് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. അതിൽ തന്നെ കൃത്യമായിട്ട് കുറെ സബ് ഡിവിഷനിൽ പറയുന്നുണ്ട് നമുക്ക് എന്താ പറയാ നല്ലൊരു ചികിത്സ ലഭിക്കാനുള്ള അവകാശമുണ്ട്. അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് കേട്ടോ. നമ്മുടെ പൗരന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. നമുക്ക് അത്യാവശ്യം ഗുണനിലവാരമുള്ള ഒരു മെഡിക്കൽ കെയർ കിട്ടാനുള്ള അവകാശം ഓരോ പൗരന്മാർക്കും ഉണ്ട്. നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായിട്ട് തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ലീഗൽ വശങ്ങളാണ്. സോ എൻഷുവർ ദ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ കേട്ടോ, മെഡിക്കൽ കെയറിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നാലാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്, ഇൻ ഇന്ത്യ എന്താണ്, ഇൻ ഇന്ത്യ ലോയേഴ്സ് ആർ വെരി ലിറ്റിൽ ട്രെയിൻഡ് ആസ് യെറ്റ് ആൻഡ് എക്സ്പോഷർ ഇൻ ദ കോംപ്ലക്സ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് ദ മെഡിക്കൽ കേസസ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ഇങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസൊക്കെ എന്താ പറയാ ട്രെയിൻഡ് ആയിട്ടുള്ള ലോയേഴ്സ് വളരെ കുറവാണെന്നാണ് പറയുന്നത് കേട്ടോ. ലോയേഴ്സ് ആർ വെരി ലിറ്റിൽ ട്രെയിൻഡ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ എന്താ പറയാ ഡീൽ ചെയ്യാൻ പറ്റിയ ലോയേഴ്സുകൾ അഭിഭാഷകർ കുറവാണ്, ഇന്ത്യയിൽ പൊതുവെ കുറവാണ്. സോ എന്താണ്, ആൻഡ് എക്സ്പോഷർ ഇൻ ദ കോംപ്ലക്സ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് മെഡിക്കൽ കേസസ്.
ഈ മെഡിക്കൽ കേസസുമായിട്ട് ബന്ധപ്പെട്ട സങ്കീർണമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് എന്താ ആവശ്യം വരും? ഈ ലീഗൽ ആസ്പെക്ട് ഒക്കെ അറിഞ്ഞിരിക്കണം അല്ലെ? കാര്യം ഒരുപാട് കേസുകൾ നമുക്കറിയാം അല്ലെ, നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ഈ പറയുന്ന ന്യൂസിലൊക്കെ നമുക്ക് കാണാം അല്ലെ, ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി മെഡിക്കൽ കേസുകൾ. ഈ മെഡിക്കൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ചില സങ്കീർണ പ്രശ്നങ്ങളെയൊക്കെ പബ്ലിക്കിലേക്ക് തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ലീഗൽ ആസ്പെക്ട് ഒക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ദ മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ഡു ദ റൈറ്റ് തിങ്സ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം ദ സില്ലി ലിറ്റിഗേഷൻ ആണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ടല്ലോ, ഇപ്പൊ ഡോക്ടർ ആയിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, മറ്റേത് മെഡിക്കൽ സ്റ്റാഫുകളും ആയിക്കോട്ടെ, അവർക്ക് ശരിയായ കാര്യങ്ങൾ ചെയ്യാനും അവരുടെ ഡ്യൂട്ടി അല്ലെ, അവരുടെ ഡ്യൂട്ടികള്, അവരുടെ റെസ്പോൺസിബിലിറ്റീസുകള് ശരിയായി ചെയ്യാനും, അത് മാത്രമല്ല ചില സില്ലി ലിറ്റിഗേഷൻസ്, ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വ്യവഹാരം എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. വ്യവഹാരം, അതായത് ചില നിസ്സാര വ്യവഹാരങ്ങൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാനും, സ്വയം പ്രൊട്ടക്ട് ചെയ്യാനുമുള്ള അറിവ് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ലീഗൽ ആസ്പെക്റ്റിലൂടെയാണ്. മനസ്സിലായോ? അതായത് മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് അവരുടെ കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്യാനും, ചില നിസ്സാര പ്രശ്നങ്ങളിൽ നിന്ന് അവരെ സ്വയം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവ് കൊടുക്കാനും എന്താവശ്യമാണ്? ഈ പറയുന്ന ലീഗൽ ആസ്പെക്റ്റുകൾ അറിയേണ്ടത് ആവശ്യമാണ്. അപ്പൊ നമ്മള് കുറച്ച് നാൾ മുമ്പല്ലേ നമ്മുടെ കേരളത്തിൽ തന്നെ വന്ദനദാസ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറിനെ കുത്തിയിട്ട് അല്ലെ, അത് ഡ്യൂട്ടിക്കിടയിൽ അവര് കൊലപ്പെടുത്തി മരണപ്പെട്ട ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മള് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെതിരെ അല്ലെങ്കിൽ മറ്റു നഴ്സുമാർക്കെതിരെ അവർക്കെതിരെ പബ്ലിക് ആക്രമിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഈ അടുത്ത കാലത്ത് അങ്ങനെയുള്ള കേസുകൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. തിരിച്ചും സംഭവിക്കുന്നു. അതന്നെ ഒരു ഡോക്ടർ ഇല്ലേ, വന്ദനദാസ് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അവര് കൊലപ്പെടുത്തി. ഒരു അധ്യാപകനായിരുന്നു, അയാള് കുറച്ച് മെന്റൽ ഇഷ്യൂസ് വന്നിട്ട് അവരെ കുത്തിക്കൊന്നില്ലേ ഡ്യൂട്ടിക്കിടയില്. ഇതൊരു വാർത്ത ഉണ്ടായില്ല, ഭയങ്കര വിഷമമുള്ള ഒരു സംഭവമായിരുന്നു. അച്ഛനമ്മയ്ക്ക് ആ ഒരു മകള് മാത്രമേ അവർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു വിഷമമുണ്ടായ കാര്യമാണ് അല്ലെ. അപ്പൊ ആ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോ തന്നെ പിന്നെ ഒരുപാട് കേസുകൾ പറഞ്ഞു, പല ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സിനെതിരെ കയ്യേറ്റം ചെയ്യാം അല്ലെ, നഴ്സുമാരെ കയ്യേറ്റം ചെയ്യാം. കൊട്ടാരക്കരയിൽ അല്ലെ, അതെ. അപ്പോ അത് ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോ ഈ പറയുന്ന മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് അവരെ സ്വയം പരിരക്ഷിക്കാനുമുള്ള ചില അറിവൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ലീഗൽ ആസ്പെക്ട് അറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അവർക്കും സംരക്ഷണം കൊടുക്കണം അല്ലെ. തിരിച്ചുണ്ടാവുന്നുണ്ട് സംഭവം, അവരെ മാത്രമല്ല അവരിൽ നിന്നും മോശം അനുഭവങ്ങള് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന ലീഗൽ ആസ്പെക്ട് അറിയണം. ലീഗൽ വശങ്ങൾ അറിയണം. ചില സംഭവങ്ങൾ നടക്കുമ്പോൾ അത് നിയമലംഘനമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം അല്ലെ. അപ്പൊ എന്തറിയണം? നിയമം അറിയണം. ചില ലീഗൽ വശങ്ങൾ അറിഞ്ഞാലാണ് ഒരു കാര്യം നടക്കുമ്പോൾ ഒരു നിയമലംഘനമാണെന്നും അത് നമുക്ക് എന്താ പറയാ ശരിയാക്കാനുള്ള അവകാശം ഉണ്ടെന്നൊക്കെ അറിയണമെങ്കിൽ ഒരു ബേസിക് നോളജ് ഉണ്ടാണെങ്കിൽ ലീഗൽ വശം അറിയണം അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെന്താണ് ആറാമത്തെ പോയിന്റ്? ഇതാണ്. ഇവിടെ അടുത്താണ്. അയ്യോ, അത് ശരി. ഓക്കെ, രാധിക. ഞാനത് കണ്ടിരുന്നു, ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. അവരുടെ പേരിൽ എന്തോ പുതിയ ഹോസ്പിറ്റലൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അവരുടെ അമ്മ സംസാരിക്കുന്നതൊക്കെ ഫേസ്ബുക്കിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയാണോ വീട്? അവിടെ അടുത്തായിരിക്കും അല്ലെ വീട്? ഭയങ്കര ഒരു വിഷമായി അല്ലെ. ഭയങ്കര ഒരു കഷ്ടമായിരുന്നു അത്. എന്താ ചെയ്യാനാ? അതുപോലെ തന്നെ നമ്മുടെ കൊൽക്കട്ടയിൽ ഇതുപോലെ ഒരു കേസ് ഉണ്ടായില്ലേ, ഒരു സീനിയർ ഡോക്ടറിനെ ഇതുപോലെ റേപ്പ് ചെയ്ത് കൊന്നത് അതിക്രൂരമായിട്ട്. അതെ ജിസ്മിനി. അപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഭയങ്കര ഒരു എന്താ പറയാ, ശരിക്കും ആലോചിച്ചൊക്കെ എത്ര പഠിച്ചിട്ടാണല്ലോ ഒരു ഡോക്ടർ പൊസിഷനിലോട്ട് എത്തുന്നത് അല്ലെ. ഇതൊരു മഹത്തായ ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. മൊത്തം അവിടെ തീരെയാണ് അല്ലെ. അച്ഛനമ്മയൊക്കെ എന്തുമാത്രം വിഷമിക്കും. അവർക്ക് ഇനി ആ ജീവിതകാലം സമാധാനം ഉണ്ടാവും. ആലോചിച്ചൊക്കെ ഭയങ്കര കഷ്ടമായി പോയി. അതന്നെ, നമുക്ക് തന്നെ അത് കാണുമ്പോ തന്നെ എന്തൊരു സങ്കടം തോന്നണേ. അതന്നെ, അവർക്കൊക്കെ തൂക്കക്കയർ കൊടുക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു അയാൾക്കെതിരെ വേറെ ഇതൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അയാൾക്ക് മാനസിക രോഗമാണ്, മെന്റൽ പ്രശ്നങ്ങൾ വരുമ്പോ അതൊരു എന്താ പറയാ, കോർട്ടിന്റെ മുമ്പിൽ അതൊരു ഇതാണ്. ശരിക്കും മെന്റൽ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറെ ഇളവുകളും കാര്യങ്ങളും കിട്ടൂലോ. അതുകൊണ്ടായിരിക്കും. എന്തായാലും അവരുടെ കഷ്ടം, അല്ലാണ്ട് എന്ത് ചെയ്യാനാ. അടുത്തത് ആറാമത്തെ പോയിന്റിലൂടെ നമ്മൾ വരികയാണ്. ഇൻക്രീസിങ് അവയർനെസ് among the പബ്ലിക്. അവരൊന്നും ചെയ്തിട്ടില്ല, അയാൾ ഇപ്പോഴും സുഖമായിട്ട് അവിടെ ഇരിപ്പുണ്ട്.
ഇതൊരു കഷ്ടമാണ് അല്ലെ. ശരി, നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊന്നും അങ്ങനെ നോക്കുമ്പോ കൊള്ളില്ല. ഞാനിത് പറയുമ്പോ വല്ല പ്രശ്നമാവോന്ന് എനിക്കറിയില്ല. പക്ഷെ അല്ല, നിയമങ്ങളൊന്നും ശരിയല്ല അവിടുത്തെ. കറക്റ്റ് വേണ്ട ശിക്ഷ അപ്പൊ തന്നെ കൊടുക്കണം. അതൊക്കെ നോക്കുമ്പോ ഗൾഫ് കൺട്രീസിലെ നിയമങ്ങളാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ തന്നെ അവിടെ ശിക്ഷ കൊടുക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ ഹാൻഡ് ഉള്ളവരും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളും ഒക്കെ എന്താണ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. സാധാരണക്കാർക്ക് നിയമം ഈ ഭരണഘടനയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം ആളുകൾക്ക് അത് കിട്ടുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മുടെ ഞാൻ ലോനെ മോശമാക്കി കാണല്ല, പക്ഷെ അത് നല്ലതല്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോ ഗൾഫിലാണ് ഏറ്റവും നല്ലത് അല്ലെ. അവിടെയൊക്കെ കറക്റ്റ് അവിടെ നിന്ന് ഒരു സ്ത്രീകൾക്കെതിരെ ഒരു ആക്രമണം പോലും നടക്കാറില്ല. കാരണം അത്ര ലോ വളരെ സ്ട്രിക്റ്റ് ആണ്. എന്തെങ്കിലും പ്രശ്നമായി അപ്പൊ തന്നെ അവരൊന്നെങ്കിൽ തല കട്ട് ചെയ്യും. അങ്ങനെയുള്ള ശിക്ഷകളൊക്കെ അല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നല്ല പേടിയുണ്ട്. ആ രീതിയിലുള്ള നിയമങ്ങൾ എവിടെയും വരണം, നമ്മുടെ നാട്ടിലും വരണം അല്ലെ. അതെ അതെ അതെ. അതാണ് പ്രശ്നം. അതെ, കറക്റ്റ് ആണ് ജിസ്മിനി. അത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്കൊന്നും പ്രതികരിക്കാനൊന്നും പറ്റില്ല. ഒക്കെ ഭയങ്കര വലിയ ഇഷ്യൂ ആയിട്ട് മാറും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കത് വിടാം. നമുക്ക് ഇതിലേക്ക് വരാം കേട്ടോ. ആറാമത്തെ പോയിന്റിലോട്ട് വരികയാണ്. എന്താണ്? ഇൻക്രീസിംഗ് ദ അവയർനെസ് among the public about the duties and commitments of medical practitioners as and of hospitals. ആറാമത്തെ പോയിന്റ് ഇതാണ്. അതായത് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും മറ്റ് മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ കമ്മിറ്റ്മെന്റ്സ് അല്ല, അവരുടെ പ്രതിബദ്ധത, അവരുടെ ഡ്യൂട്ടീസിനെ കുറിച്ചൊക്കെ പൊതുജനങ്ങൾക്ക് അവബോധം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എന്താവശ്യമാണ്? ഈ പറയുന്ന ലീഗൽ ആസ്പെക്ടുകളൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾ എന്താണ് പഠിച്ചത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്താണ്? എന്തൊക്കെയാണ് ആവശ്യകതകൾ? ഒന്നാമത്തത് ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസ് അല്ലെ, മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. പിന്നെ പറയുന്നത് മിനിമൈസ് ദ സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ് അല്ലെ. ഈ പറയുന്ന സിവിൽ ക്രിമിനൽ എന്താ പറയാ നിയമ നടപടികളിലൊക്കെ പരമാവധി കുറയ്ക്കാനായിട്ട്. പിന്നെ എന്താണ്? എൻഷുർ ദ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ, ഒരു ഗുണനിലവാരമുള്ള മെഡിക്കൽ കെയർ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്കത് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോയിട്ട് ഫയൽ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് കേട്ടോ. നമുക്ക് നല്ലൊരു മെഡിക്കൽ കെയർ കിട്ടണം എന്നുള്ളത് നമ്മുടെ ഓരോ പൗരന്റെയും അവകാശമാണ്, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അത് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന് എതിരെ നമുക്ക് പ്രതികരിക്കാം കേട്ടോ. കോടതിയിൽ നമുക്കത് പറയാം. ഓക്കെ, പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇങ്ങനത്തെ മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ലോയേഴ്സ്, അഭിഭാഷകർ വളരെ എണ്ണത്തിൽ വളരെ കുറവാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? മെഡിക്കൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട ചില സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ പബ്ലിക്കിന് മുന്നിൽ തുറന്നു കാട്ടണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? ഈ പറയുന്ന ലീഗൽ അറിവുകൾ ആവശ്യമാണ് നമുക്ക്. പിന്നെ മാത്രമല്ല, മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് അവരുടെ കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്യാനും ചില നിസ്സാര പ്രശ്നങ്ങളിൽ നിന്ന്, നിസ്സാരെന്നൊന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്, എന്നാലും ചില നിസ്സാര പ്രശ്നങ്ങളിൽ നിന്നും അവരെ സ്വയം പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും എന്തറിഞ്ഞിരിക്കണം? ഈ പറയുന്ന ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ് പറയുന്നത്? മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെയും ഹോസ്പിറ്റലിന്റെയും പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് പൊതുജനങ്ങളിൽ അറിവുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തറിയണം? നമുക്ക് ലീഗൽ വശങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഇത്ര ആവശ്യകതയുണ്ട് എന്ന് പറയാനുള്ള റീസൺ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് മെഡിക്കോ ലീഗൽ കേസ് അല്ലെ. നമ്മൾ നേരത്തെ ഒരു ഫസ്റ്റ് പോയിന്റ് പറഞ്ഞില്ല, അതെന്താണെന്ന് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസ് അഥവാ MLC എന്നാണ് കേട്ടോ പറയാ. MLC എന്നാണ് പറയാ ചുരുക്കിയിട്ട് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇനി ഹോസ്പിറ്റലിലൊക്കെ ജോലി കിട്ടി പോകുമ്പോൾ അതൊരു MLC കേസ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളും വിചാരിക്കണം മെഡിക്കോ ലീഗൽ കേസാണ് വന്നേക്കുന്നതെന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ നോക്കാം, എന്താണ് മെഡിക്കോ ലീഗൽ കേസ്? ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഇൻജുറി ഓർ ഇൽനെസ് where the attending doctor, after taking the history of illness and clinical investigation, considers that investigations by law enforcing agencies are warranted to find out circumstances and fix responsibility regarding the same. എന്താ എഴുതി വെച്ചേക്കുന്നത്? എന്തോന്നുന്നുണ്ടാവുന്നത്? എന്താ എഴുതി വെച്ചേക്കുന്നത്? ഭയങ്കര കോംപ്ലിക്കേഷൻ അല്ലെ. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതൊരു അസുഖമോ അല്ലെങ്കിൽ പരിക്കോ ആയിട്ട് നമുക്ക് നിർവചിക്കാം. ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഇൻജുറി ഓർ ഇൽനെസ് കേട്ടോ. അതായത് ഒരു പരിക്കോ അല്ലെങ്കിൽ ഒരു അസുഖമോ ആയിട്ട് നമുക്ക് നിർവചിക്കാം. എന്താണ് ഇതിലേക്ക് വരാട്ടോ? നമുക്ക് ജസ്റ്റ് എന്താണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അതൊരു കേസ് ഓഫ് ഇൻജുറി ഓർ ഇൽനെസ്, ഒരു പരിക്കോ ഒരു അസുഖമോ ആയിട്ട് നമുക്ക് നിർവചിക്കാം. പക്ഷെ എന്താണ് ആ ഒരു പരിക്കിന്റെ അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിന്റെ കാരണത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ
ആ ഒരു അസുഖത്തിന്റെ അല്ലെങ്കിൽ പരിക്കിന്റെ കാരണത്തെ പറ്റിയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാരണത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് നമുക്ക് ആരുടെ ആവശ്യം വരികയാണ്? ഈ പറയുന്ന നിയമനിർവഹണ ഏജൻസികളുടെ അന്വേഷണം ആവശ്യമായിട്ട് വരികയാണ്. മനസ്സിലായോ? അങ്ങനെയുള്ള കേസുകളെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എക്സാമ്പിൾ പറഞ്ഞത്, അതായത് ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ഒരു ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാന്ന് വിചാരിക്കാം. ഒരു പെൺകുട്ടി 10-15 വയസ്സുള്ള ഒരു കുട്ടി ഭയങ്കര ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണ്. ഓക്കെ, അപ്പൊ അഡ്മിറ്റ് ആവുമ്പോൾ ഡോക്ടർ വരുന്നു, ഈ കുട്ടീനെ പരിശോധിക്കുന്നു. ക്ലിനിക്കൽ പരിശോധനയിൽ നിന്ന് ഡോക്ടർക്ക് മനസ്സിലാവാണ് ഈ കുട്ടിക്ക് ഒരു സെക്ഷൽ അസാൾട്ടിന് വിധേയമായിട്ടുണ്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലാവാണ് ഈ കുട്ടീനെ പരിശോധിച്ചപ്പോ. അപ്പൊ അതൊരു മെഡിക്കൽ കേസാണ് അല്ലെ? ആ കുട്ടിക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റു, ഇതൊരു മെഡിക്കൽ കേസാണ്. പക്ഷെ ആ കുട്ടിയുടെ സെക്ഷൽ അസാൾട്ടിന് വിധേയമായിട്ടുണ്ടെന്ന് ഡോക്ടർ കണ്ടെത്താണ്. അപ്പൊ അതെന്തായി മാറി? ഒരു കേസായിട്ട് മാറി അല്ലെ? അപ്പൊ ആ ഒരു പരിക്കിന് അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ അസാൾട്ടിന് കാരണം എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ ആ കാരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആരുടെ സഹായം ആവശ്യമായിട്ട് വരികയാണ്? നമ്മുടെ നിയമനിർവഹണ ഏജൻസികളുടെ സഹായം ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ അത് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ആരെ അറിയിക്കാണ്? പോലീസിനെ അറിയിക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പരിക്കോ ഒരു അസുഖമോ എന്ന് നമുക്ക് പറയാം. പക്ഷെ ആ ഒരു പരിക്കിന്റെ അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിന്റെ കാരണത്തെ പറ്റിയുള്ള കാരണത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമുക്കൊരു നിയമനിർവഹണ ഏജൻസിയുടെ അന്വേഷണം ആവശ്യമായിട്ട് വരികയാണ്. ഈ കുട്ടിയുടെ കേസിൽ അപകടം വന്നപ്പോ ഇങ്ങനൊരു സെക്ഷൽ അസാൾട്ട് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ കാരണം കണ്ടെത്താനായിട്ട് നമ്മൾക്ക് എന്തിന്റെ സഹായം ആവശ്യമായിട്ട് വരികയാണ്? പോലീസിന്റെയും കോടതിയുടെയും അന്വേഷണം നമുക്ക് ആവശ്യമായിട്ട് വരികയാണ്. ഓക്കെ, അത്രയുള്ളൂ മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇത്രയൊന്നും പറയണ്ട, സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? മെഡിക്കോ ലീഗൽ കേസ് ഇസ് എ മെഡിക്കൽ കേസ് ദാറ്റ് ഹാസ് ദ ലീഗൽ ഇംപ്ലിക്കേഷൻസ് കേട്ടോ. അതായത് ലീഗൽ ഇംപ്ലിക്കേഷൻസ് ഉള്ള മെഡിക്കൽ കേസുകളെയാണ്, അതായത് നിയമപരമായിട്ടുണ്ടാവുന്ന മെഡിക്കൽ കേസുകളെ നമുക്ക് മെഡിക്കോ ലീഗൽ കേസ് അഥവാ MLC എന്ന് പറയാം. അത് മാത്രമല്ല, അവിടെ ആരുടെ ഒരു സഹായം കൂടെ നമുക്ക് ആവശ്യം വരും? ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ സഹായം ആവശ്യമായിട്ട് വരും. നിയമനിർവഹണ ഏജൻസികളുടെ സഹായം ആവശ്യമായിട്ട് വരും. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ നിയമനിർവഹണ ഏജൻസി എന്ന് പറയുന്നത് പോലീസും കോടതിയൊക്കെയാണ്, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് മെഡിക്കോ ലീഗൽ കേസ്. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഇൻജുറി ഓർ ഇൽനെസ്. ഓക്കെ, ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഇൻജുറി ഓർ ഇൽനെസ് വേർ ദ അറ്റൻഡിംഗ് ഡോക്ടർ ഒറ്റ വേർഡിൽ പറയുന്നത് അല്ലെ? മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ മെഡിക്കൽ കേസ്, ഇറ്റ് ഈസ് എ മെഡിക്കൽ കേസ് ദാറ്റ് ഹാസ് എ ലീഗൽ ഇംപ്ലിക്കേഷൻസ്. ഇറ്റ് ഈസ് എ മെഡിക്കൽ കേസ് ദാറ്റ് ഹാസ് എ ലീഗൽ ഇംപ്ലിക്കേഷൻസ്. മനസ്സിലായോ? നിയമപരമായിട്ടുള്ള മെഡിക്കൽ കേസുകൾ. അപ്പോ അവിടെ ആരുടെ സഹായം നമുക്ക് ആവശ്യം വരികയാണ്? ഒരു നിയമനിർവഹണ ഏജൻസികളുടെ സഹായം ആവശ്യമായിട്ട് വരികയാണ്. എന്ന് പറഞ്ഞ പോലീസിന്റെയും കോടതിയുടെയും. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? എക്സാമ്പിൾ പറയുമ്പോ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഇനി വായിച്ചു നോക്കിയേ. വേർ ദ അറ്റൻഡിംഗ് ഡോക്ടർ ആഫ്റ്റർ ടേക്കിംഗ് ദ ഹിസ്റ്ററി ഓഫ് ഇൽനെസ് ആൻഡ് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. അതായത് നമ്മുടെ ഡോക്ടർ വന്നിട്ട് ഈ ഒരു പരിക്കേറ്റിട്ടുള്ള വ്യക്തിയുടെ മെഡിക്കൽ ഹിസ്റ്ററി ഹിസ്റ്ററി ഓഫ് ഇൽനെസ്സും ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷനും ഒക്കെ നടത്തുന്നതിന്റെ ഫലമായിട്ട് കൺസിഡേഴ്സ് ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബൈ law enforcing agencies are warranted to find out the circumstances and fix the responsibility regarding the same. ആ ഒരു പരിക്കിന് അല്ലെങ്കിൽ ആ ഒരു രോഗത്തിന് എന്താണ് കാരണത്തെ പറ്റിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്താണ് നിയമനിർവഹണ ഏജൻസിയുടെ സഹായം ആവശ്യമായിട്ട് വരികയാണ്. അവരുടെ അന്വേഷണം നമുക്ക് ആവശ്യമായിട്ട് വരികയാണ്. അത്തരം കേസുകളെയാണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ഇനി നമ്മൾ പഠിക്കുന്നത് എക്സാമ്പിൾസ് ഓഫ് മെഡിക്കോ ലീഗൽ കേസസ് ആണ് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസിന് കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ ക്ലിയർ ആവും കേട്ടോ. എക്സാമ്പിൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഫസ്റ്റ് എന്താണ്? RTA. എന്താണ് RTA എന്ന് പറഞ്ഞാല്? റോഡ് ട്രാഫിക് ആക്സിഡന്റ് കേട്ടോ. ഇവിടെ ഉദ്ദേശിക്കുന്ന RTA ഇതാണ്, റോഡ് ട്രാഫിക് ആക്സിഡന്റ് കേട്ടോ. റോഡ് ട്രാഫിക് ആക്സിഡൻസ്, അതുപോലെ തന്നെ റെയിൽ ആക്സിഡൻസ്, ഫാക്ടറി ആക്സിഡൻസ് ഓർ എനി അതർ സ്ട്രേഞ്ച് ആക്സിഡൻസ്. മനസ്സിലായോ? ഇങ്ങനെയുള്ള ആക്സിഡന്റ് കേസുകൾ അതെന്നൊക്കെ പറയുന്നത് മെഡിക്കോ ലീഗൽ കേസ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്?
സസ്പെക്റ്റഡ് ഹോമിസൈഡ്സ്, സൂയിസൈഡ്സ്, അതായത് സംശയിക്കപ്പെടുന്ന കൊലപാതകങ്ങള്, ആത്മഹത്യകള്, അതൊക്കെ എന്താണ് മെഡിക്കോ ലീഗൽ കേസാണ്. എന്തെങ്കിലും കേസായിട്ട് പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാന്ന് വിചാരിക്കാം. ചിലപ്പോൾ അവരുടെ കൂടെയുള്ള ആളുകളൊന്നും മിണ്ടിയില്ലെങ്കിൽ പോലും ഡോക്ടർക്ക് അവരുടെ ക്ലിനിക്കൽ പരിശോധനയിൽ എന്തെങ്കിലും സസ്പെക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവർ ഉടനെ തന്നെ ആരെ അറിയിക്കും? പോലീസിലേക്ക് ഇൻഫോം ചെയ്യും. പോലീസ് അത് വന്ന് നോക്കുകയും ചെയ്യും. പോലീസുകാർ വന്നത് അന്വേഷിക്കും, എന്ത് കാരണം കൊണ്ടാണ് ഈ പരിക്ക് പറ്റിയത്, അല്ലെങ്കിൽ അതിന്റെ പുറകിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അവർ അന്വേഷിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് RTA എന്ന് പറഞ്ഞാല് റോഡ് ട്രാഫിക് ആക്സിഡന്റ് കേട്ടോ. റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഇവിടുത്തെ RTA ആണ് കേട്ടോ. റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ്. റോഡിൽ ഉണ്ടാകുന്ന അപകടങ്ങളുണ്ട്. ചിലപ്പോ മനഃപൂർവ്വം എല്ലാവരും അപകടപ്പെടുത്തുന്നതായിരിക്കാം, അങ്ങനെ സംഭവിക്കാലോ. നാച്ചുറൽ ആയിട്ടുള്ള ആക്സിഡന്റ് ഉണ്ട്. ചിലപ്പോ ഒരാൾ മനഃപൂർവ്വം വേറെ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് വണ്ടി ഇടിപ്പിക്കുന്നതാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ പ്രശ്നമാവില്ലേ? ഓക്കെ, അത്തരത്തിലുള്ള റോഡ് ആക്സിഡന്റ്, റെയിൽ ആക്സിഡന്റ്സ് അറിയാലോ. റെയിൽ ആക്സിഡന്റ്സ്, പിന്നെ ഫാക്ടറി ഇൻസിഡന്റ്, ഫാക്ടറികളിൽ ഉണ്ടാകുന്ന ചില അപകടങ്ങള്, ചിലതൊക്കെ ആസൂത്രിതമായിട്ട് നടത്തുന്ന ചില ആക്സിഡന്റ്സുകളൊക്കെ ഉണ്ടായിരിക്കും. പുറമെ കാണുമ്പോൾ നോർമൽ ആണെന്ന് തോന്നും, പക്ഷെ അതിന്റെ പിന്നിൽ നല്ല ആസൂത്രണം ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഫാക്ടറി ആക്സിഡന്റ്സ്, മറ്റെന്തെങ്കിലും വിചിത്രമായിട്ടുള്ള അപകടങ്ങൾ കേട്ടോ. പിന്നെ രണ്ടാമത്തെ എന്താണ്? സസ്പെക്റ്റഡ് ഹോമിസൈഡ്സ് ആൻഡ് സൂയിസൈഡ്സ്, സംശയിക്കപ്പെടുന്ന കൊലപാതകങ്ങള്, ആത്മഹത്യകള്. ഓക്കെ, അതുപോലെ തന്നെ സസ്പെക്റ്റഡ് ഓഫ് എവിഡന്റ് പോയിസണിങ്സ്, ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ, അതായത് സംശയിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളതോ പോയിസണിങ്സ്, വിഷബാധ, അതുപോലെ തന്നെ ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ, മദ്യലഹരി. ചിലപ്പോൾ മദ്യത്തിലൊക്കെ എന്തെങ്കിലും കലർത്തിയിട്ട് കൊടുക്കും, ഈ കഴിക്കുന്ന ആള് മരിച്ചുപോകും അല്ലെ. അങ്ങനെയുള്ള എത്രയോ കേസുകൾ നമ്മൾ കാണുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഇതിൽ വരും കേട്ടോ. പിന്നെന്താണ്? ബേൺ ഇഞ്ചുറി സോയിങ് ടു എനി കോസ്, ഇലക്ട്രോക്ഷൻ. ഓക്കെ, ഇലക്ട്രോക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈദ്യുതാഘാതമാണ് കേട്ടോ. വൈദ്യുതാഘാതമാണ് ഉദ്ദേശിക്കുന്നത്. ബേൺ ഇഞ്ചുറി സോയിങ് ടു എനി കോസ്, ഏതെങ്കിലും കാരണത്താൽ ഉണ്ടാവുന്ന എന്താ പറയാ, പൊള്ളല് അല്ലെ. പൊള്ളല് ചിലപ്പോൾ മനഃപൂർവ്വമൊക്കെ സംഭവിക്കാം അല്ലെ. അങ്ങനെ അപ്പം ഈ പറയുന്ന ഏതെങ്കിലും കാരണത്താൽ ഉണ്ടാകുന്ന ബേൺ ഇഞ്ചുറീസ്, പൊള്ളലുകള്, പൊള്ളലേറ്റുണ്ടാകുന്ന മുറിവുകള്, അതുപോലെ വൈദ്യുതാഘാതം. അതെ, ഷോക്കാണ് കേട്ടോ. വൈദ്യുതാഘാതം കേട്ടോ, ഷോക്കാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളത്. പിന്നെന്താണ്? ഫിസിക്കൽ അസാൾട്ട് കേസസ് അറിയാലോ. ഫിസിക്കൽ അസാൾട്ട്, ശാരീരിക ആക്രമണ കേസുകളൊക്കെ വരും. പിന്നെ അനിമൽ അറ്റാക്ക്, സ്നേക്ക് ബൈറ്റ്. ഓക്കെ, അനിമൽ അറ്റാക്ക്, മൃഗങ്ങളെ കൊണ്ട് ഉപദ്രവിക്കുക, അതുപോലെ സ്നേക്ക് ബൈറ്റ്. ഇത് രണ്ടും നിങ്ങൾ മറ്റേ സിനിമ കണ്ടിട്ടില്ലേ, ആക്ഷൻ ഹീറോ ബിജു കണ്ടിട്ടുണ്ട്, നിവിൻ പോളിയുടെ സിനിമ. അതിനകത്ത് കണ്ടിട്ടില്ലേ? അതിനകത്ത് ഒരു കുട്ടീനെ പട്ടീനെ വിട്ട് കടുപ്പിക്കുന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. എന്നിട്ട് അവര് ആ പട്ടീനെ വിട്ട് കടുപ്പിക്കുന്നതിന്റെ സെക്ഷനും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ കുട്ടീനെ കൊണ്ടുപോകുമ്പോ എന്താ പറയാ, ഡോക്ടർ പറയുന്നത് മനഃപൂർവ്വം ആരോ പട്ടീനെ വിട്ട് കടുപ്പിച്ചതൊക്കെ കേസൊക്കെ വന്നിട്ട് ആ ഒരു ഇതൊക്കെ വായിക്കുന്ന ഭാഗം അത് ഓർത്താൽ മതി കേട്ടോ. ഓക്കെ, അനിമൽ അറ്റാക്ക്. അതിനകത്ത് നിവിൻ പോളി എന്നിട്ട് അയാളോട് സെക്ഷൻ വായിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ആ സെക്ഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അനിമൽ അറ്റാക്കിനെ കുറിച്ച്. പിന്നെ എന്താണ്? സ്നേക്ക് ബൈറ്റ്, പാമ്പുകടി. അതിന് നല്ലൊരു എക്സാമ്പിൾ ഉണ്ട് നമ്മുടെ നാട്ടില്. കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഞാൻ പെൺകുട്ടിയുടെ പേര് മറന്നു, സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടീനെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊന്നില്ലേ? ഹസ്ബൻഡാണ് ചെയ്തത്. അതന്നെ ഉത്ര തന്നെ, എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഉത്ര കൊലപാതകം 2 പ്രാവശ്യം കണ്ടും പാമ്പിനെ കൊണ്ടുവന്ന് കടുപ്പിച്ചു. ആ കുട്ടി മരിച്ചില്ല. 3ാമത്തെ പ്രാവശ്യം എന്നിട്ട് ഇതിങ്ങനെ 3 പ്രാവശ്യം കണ്ടിന്യൂസ് സംഭവിച്ചപ്പോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോ മനസ്സിലായി മനഃപൂർവ്വം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെല്ലാവരും കാണുമ്പോ ഒരു പാമ്പ് കടിയേറ്റ് ആ കുട്ടി മരിച്ചെന്ന് മാത്രമേ ചിന്തിക്കുന്നു. പക്ഷെ ഇത് ബാക്കില് ഇത്രയും വലിയ പ്ലാനിങ് ഉണ്ടായിരുന്നു. അത് സ്വന്തം ഹസ്ബൻഡ് അത് ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു അവസ്ഥ അല്ലെ. ഇതൊക്കെ അതിൽ വരുന്നതാണ് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസുകൾക്ക് എക്സാമ്പിൾ ആണ്. കൊല്ലത്താണ് അല്ലെ. ഓക്കെ, കൊല്ലം. അപ്പൊ എല്ലാരും രാധികയുടെ നാട്ടിലാണല്ലോ. ഓക്കെ, അറിയിച്ചു. രാധികയുടെ നാട്ടിലല്ല. ഓക്കെ, കൊല്ലമല്ല വീട്. രാധികയുടെ വീട് കൊല്ലത്താണോ? ഓക്കെ. ഹസ്ബൻഡിന്റെ സിസ്റ്റർ അല്ലെ. രാധികയുടെ നാട് ആലപ്പുഴ. ഓക്കെ. ശരി. ഞാൻ കൊല്ലമാണെന്ന് വിചാരിച്ചിട്ട് അതാ പറഞ്ഞത്. അപ്പൊ നോക്കൂ, അനിമൽ അറ്റാക്ക്, സ്നേക്ക് ബൈറ്റ് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? മാസ് ഫുഡ് പോയിസണിങ് അല്ലെ. മാസ് ഫുഡ് പോയിസണിങ്, അതായത് കൂട്ടമായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും ഫുഡ് പോയിസണിങ്. ഓക്കെ, എന്തെങ്കിലും ആളുകൾ കൊല്ലണം, അങ്ങനെയൊക്കെയുള്ള എല്ലാം അങ്ങനെ നടക്കണമെന്നല്ല കേട്ടോ പറയുന്നത്. നോർമലായിട്ട് സംഭവിക്കുന്നത് ഉണ്ടാവാം, അല്ലാത്ത കേസുകൾ ഉണ്ടാവും. ഇങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് രജിസ്റ്റർ ചെയ്യും. അവിടെ കേസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പോലീസും മറ്റും അന്വേഷിക്കും കേട്ടോ.
അടുത്തതാണ് കേസസ് ഓഫ് സെക്ഷുവൽ അറ്റാക്ക്. അറിയാലോ, സെക്ഷുവൽ അസാൾട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് സസ്പെക്ടഡ് ഓർ ഒബ്വിയസ് ക്രിമിനൽ അബോർഷൻ. സസ്പെക്ടഡ് ഓർ ഒബ്വിയസ് ക്രിമിനൽ അബോർഷൻ, അതായത് സംശയിക്കപ്പെടുന്നതോ വ്യക്തമായിട്ടുണ്ടാകുന്ന ക്രിമിനൽ അബോർഷൻസുകളുടെ ഗർഭഛിദ്രം മനഃപൂർവ്വമൊക്കെ ചെയ്യിക്കുന്നത്, അതൊക്കെ അതിനകത്ത് വരും കേട്ടോ. പിന്നെന്താണ് ഇൻജുറി കേസസ് വേർ ഫാൾസ് പ്ലേ ഈസ് സസ്പെക്ടഡ്, അതായത് എന്തെങ്കിലും സംശയിക്കപ്പെടുന്ന ഫ്രോഡ് പ്ലേ മീൻസ് തെറ്റായിട്ട് നടന്നിട്ടില്ല വല്ല ഇൻജുറി കേസുകളൊക്കെ വരാം. പിന്നെന്താണ് ഇൻജുറി കേസസ് വേർ ദ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇൻ നിയർ ഫ്യൂച്ചർ, അതായത് ഭാവിയിൽ മരണത്തിന് കാരണമായേക്കാവുന്ന ചില ഇഞ്ചുറി കേസസ്. ചിലവർ എന്തെങ്കിലും ചെയ്തിട്ട് അപ്പൊ മരിക്കില്ല, പക്ഷെ മരണത്തിന് കാരണമായേക്കാവുന്ന ചില ഇഞ്ചുറി കേസുകളൊക്കെ വരാം. അതൊക്കെ ലീഗൽ കേസ് ആയിട്ട് വരും, മെഡിക്കോ ലീഗൽ കേസിന് എക്സാമ്പിൾ ആണ്. പിന്നെന്താണ് അൺകോൺഷ്യസ് കേസസ് വേർ ദ റീസൺ ഓഫ് ഇറ്റ് ഇസ് അൺക്ലിയർ, അതായത് ഇപ്പം എന്താണ് വ്യക്തമല്ലാത്ത കാരണം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന അബോധാവസ്ഥ. ചില ആൾക്കാർ അബോധാവസ്ഥയിൽ കൊണ്ടുവരുന്നു, പക്ഷെ അതിന്റെ കാരണം വ്യക്തമല്ലായിരിക്കാം. അതൊക്കെ കൃത്യമായിട്ട് ഡോക്ടർ എന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്യും കേട്ടോ. കൃത്യമായിട്ട് ഡോക്ടർ ഈ പറയുന്ന ഇവരുടെ കൂടെ വരുന്ന ആൾക്കാരെ എന്ത് മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ഡോക്ടർക്ക് എന്തെങ്കിലും സസ്പെക്ടഡ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു പോലീസിനെ ഇൻഫോം ചെയ്തിരിക്കും കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ് ബ്രോട്ട് ഡെഡ് കേസസ് വെർ ദ ക്രിമിനൽ ഒഫൻസ് ഈസ് സസ്പെക്ടഡ്. ഓക്കെ, കുഴഞ്ഞു വീഴുന്നതും ആവാം, അങ്ങനെയും ആവാം കേട്ടോ. പിന്നെന്താണ് ബ്രോട്ട് ഡെഡ് കേസസ് വെർ ദ ക്രിമിനൽ ഒഫൻസ് ഈസ് സസ്പെക്ടഡ്, അതായത് ക്രിമിനൽ ഒഫൻസ് സംശയിക്കപ്പെടുന്ന മരണ കേസുകളൊക്കെ വരില്ലേ, ഡെത്ത് കേസസ് ഒക്കെ വരുന്നത് മെഡിക്കോ ലീഗലിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ കേസസ് റെഫേർഡ് ഫ്രം ദ കോർട്ട്, കോർട്ടിൽ നിന്നും റെഫർ ചെയ്യുന്ന ചില കേസുകൾ. ഈ പറഞ്ഞതെല്ലാം തന്നെ ഇതിന് എക്സാമ്പിൾ ആണ്, മെഡിക്കോ ലീഗൽ കേസസിന് എക്സാമ്പിൾ ആണ്. മനസ്സിലായല്ലോ, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ നമുക്ക് പിന്നെ ഇനി ലോകളെ പറ്റിയാണ്, ഇത് വെറുതെ ഒരു ചിത്രം പോലെ കൊടുത്തു എന്നുള്ളൂ കേട്ടോ. നമുക്ക് ഇനി കുറച്ച് ലോകളാണ് ഇനി പഠിക്കാനുള്ളത് കേട്ടോ. കുറച്ച് ലോകൾ നമുക്ക് പഠിക്കാനുണ്ട്, വർഷങ്ങളൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാണ്. ഇനി നമ്മുടെ എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട് ആണ് മനസ്സിലാക്കിയത്. എത്തിക്സ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. എത്തിക്സ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കോഡ് ഓഫ് ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട് തന്നെയാണ് കേട്ടോ. പെരുമാറ്റച്ചട്ടം, അത് തന്നെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. എത്തിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ധാർമ്മിക തത്വങ്ങളുടെ ഒരു സംവിധാനമാണ് എത്തിക്സ്, അങ്ങനെ നമുക്ക് പറയാം. അതുകൊണ്ടാണ് എത്തിക്സ് എന്ന് പറയുന്നത് വ്യക്തികളും അതിൽ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ നല്ലതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങളാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ അവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കുന്ന എന്താണ് ഒരു സംവിധാനമാണ് എത്തിക്സ് അഥവാ എത്തിക്സ് എന്ന് പറയുന്നത്. ആ ഒരു അർത്ഥത്തിൽ അത് വളരെ വിശാലമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. നാരോ കൺസെപ്റ്റ് അല്ല, വിശാലമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് എത്തിക്സിൽ നമ്മൾ കണ്ടത് അല്ലെ. പിന്നെ ഓരോ പ്രത്യേക സിറ്റുവേഷനിലും ആളുകൾ, അതായത് അവിടുത്തെ ജീവനക്കാർ കേട്ടോ, അവിടുത്തെ ജീവനക്കാർ അല്ലെങ്കിൽ അവിടുത്തെ അംഗങ്ങൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്ന് പരാമർശിക്കുന്ന ഒന്നാണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്, പെരുമാറ്റച്ചട്ടം. അപ്പൊ അതാണ് അത്രയുള്ളൂ എത്തിക്സ്. പിന്നെ നമ്മൾ ലീഗൽ വശങ്ങളാണ് കണ്ടത്. അപ്പൊ ലോ എന്താണെന്ന് കണ്ടു. അപ്പൊ ലോയിന് നമ്മൾ 3 ഡെഫിനിഷൻ കണ്ടു കേട്ടോ. ലോ എന്ന് പറയുന്നത് മനുഷ്യ പ്രവർത്തനങ്ങളെ നയിക്കുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. പിന്നെ നമ്മൾ രണ്ടാമത്തെ ഡെഫിനിഷൻ പറഞ്ഞത് ഭരണകൂടം നമ്മിൽ അടിച്ചേൽപ്പിക്കുന്ന അവകാശങ്ങളുടെയും കടമകളുടെയും ഒരു സംവിധാനമാണ് ലോ എന്ന് പറയുന്നത്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഭരണകൂടവും അതുപോലെ തന്നെ നീതി നിർവഹണ വിഭാഗവും അംഗീകരിച്ച ഒരു കൂട്ടം തത്വങ്ങളെയാണ് ലോ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് കണ്ടത്, നമ്മുടെ നാട്ടിൽ ലോ ആരാണ് നിർവഹിക്കുന്നത്, നമ്മുടെ നാട്ടിലെ നിയമനിർവഹണ ഏജൻസികൾ ആരൊക്കെയാണ്, പോലീസും കോടതിയും ഒക്കെയാണ് അല്ലെ. പിന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള എത്തിക്കൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്ത് കാരണം കൊണ്ടാണ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്, നമ്മൾ കുറെ കേസുകൾ പറഞ്ഞു, കുറെ റീസൺസ് പറഞ്ഞു. മെഡിക്കോ ലീഗൽ കേസിന്റെ എണ്ണം വർദ്ധിച്ചു വരുന്നത് കൊണ്ട്, സിവിൽ ക്രിമിനൽ കേസുകളുടെ നടപടിക്രമം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു മെഡിക്കൽ കെയറിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാനായിട്ട്, പിന്നെ എന്താണ് മെഡിക്കൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് കോംപ്ലക്സ് പ്രവർത്തനങ്ങളെ പബ്ലിക്കിന് മുന്നിൽ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ മെഡിക്കൽ പ്രൊഫഷണൽക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് ചെയ്യാനും അവർക്ക് ചില കേസുകളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ലീഗൽ വശങ്ങൾ അറിഞ്ഞിരിക്കണം. അത് മാത്രമല്ല പബ്ലിക്കിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിനെ കുറിച്ചും മെഡിക്കൽ പ്രൊഫഷൻസിന്റെ അവരുടെ കമ്മിറ്റ്മെന്റ്സ് അല്ലെ, അവരുടെ പ്രതിബദ്ധതയെ കുറിച്ചും റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചും പൊതുജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കുന്നതിനും നമ്മൾ എന്താ അറിഞ്ഞിരിക്കണം, ലീഗൽ വശങ്ങൾ അറിഞ്ഞിരിക്കണം.
പിന്നെ നമ്മൾ കണ്ടത് MLC ആണ്, മെഡിക്കോ ലീഗൽ കേസ്. അതൊന്നുമില്ല, ഇറ്റ്സ് എ മെഡിക്കൽ കേസ് ദാറ്റ് ഹാസ് ദ ലീഗൽ ഇംപ്ലിക്കേഷൻസ് കേട്ടോ. നിയമപരമായിട്ടുള്ള മെഡിക്കൽ കേസുകളെയാണ് MLC എന്ന് പറയുന്നത്. അതിന് കാരണം ആ ഒരു പരിക്ക്, നമുക്കൊരു പരിക്കോ അസുഖമോ എന്നൊക്കെ നമുക്ക് നിർവചിക്കാം. ആ ഒരു പരിക്കിന്റെ കാരണമായിട്ടുള്ള അതിന്റെ കാരണത്തെ പറ്റിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്കൊരു നിയമനിർവഹണ ഏജൻസിയുടെ അന്വേഷണം ആവശ്യമായിട്ട് വരികയാണ്. അതായത് പോലീസിന്റെയും കോടതിയുടെ ഒക്കെ അന്വേഷണം ആവശ്യമായിട്ട് വരികയാണ്. അത്തരം കേസുകളെയാണ് MLC എന്ന് പറയുന്നത്. പിന്നെ MLCക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടു അല്ലെ, ഒത്തിരി എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. എന്താണ് ഇന്ത്യയില് why it is necessary for hospitals and medical administration എന്ന് പറഞ്ഞ ആ ഭാഗത്തിലെ 5-ാമത്തെ 6-ാമത്തെ പോയിന്റ് ഒന്ന് പറഞ്ഞു തരുമോ? ഇതില്ല റീസൺസിലല്ലേ പറഞ്ഞത്? റീസൺസ് അല്ലേ? അതന്നെ റീസൺസ്. 5-ാമത്തെ റീസൺസിന്റെ 5-ാമത്തെ പോയിന്റ് ഇതാണ്. ഇറ്റ് ഹെൽപ്സ് ദ മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ഡു ദ റൈറ്റ് തിങ്സ്. അതായത് മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക്, ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് ചെയ്യാനും ആൻഡ് പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം ദ സില്ലി ലിറ്റിഗേഷൻസ്. അതായത് നിസ്സാരമായിട്ടുണ്ടാകുന്ന ചില വ്യവഹാരങ്ങളിൽ നിന്ന് അവരെ സ്വയം പരിരക്ഷിക്കുന്നതിനും. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മെഡിക്കൽ പ്രൊഫഷണലുകൾക്കെതിരെ ആക്രമണങ്ങളൊക്കെ നടക്കാറുണ്ട് അല്ലെ, പബ്ലിക്കിൽ നിന്ന്. അപ്പൊ ഈ പബ്ലിക്കിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളിൽ നിന്ന് അവര് സ്വയം പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തറിഞ്ഞിരിക്കണം? ലീഗൽ വശങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അതാണ് 5-ാമത്തെ പോയിന്റ്. 6-ാമത്തെ പോയിന്റ് ഇൻക്രീസിംഗ് ദ അവയർനെസ് among the public about the duties and commitments of medical practitioners and of hospitals. അതായത് ഹോസ്പിറ്റലിന്റെയും അതുപോലെ തന്നെ മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെയും പ്രവർത്തനങ്ങളെയും അവരുടെ ഡ്യൂട്ടിയെയും അതുപോലെ തന്നെ അവരുടെ കമ്മിറ്റ്മെന്റ്സ്, ജനങ്ങളോടുള്ള അവരുടെ പ്രതിബദ്ധത അല്ലെ, അതിനെക്കുറിച്ചും പൊതുജനങ്ങളിൽ അറിവുണ്ടാക്കുന്നതിന് നമുക്ക് എന്താവശ്യമാണ്? ഈ പറയുന്ന ലീഗൽ വശങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായി? പൊതുജനങ്ങൾക്ക് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകളുടെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് പൊതുജനങ്ങളിൽ ഒരു അറിവുണ്ടാവണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ലീഗൽ ആസ്പെക്ട് അറിഞ്ഞിരിക്കണം. മനസ്സിലായ? ക്ലിയർ ആയ? ഓക്കെ. ഇനി അടുത്താരാണ് പറഞ്ഞത്? ഫോർത്ത് പോയിന്റ് അല്ലെ. അതായത് ഇൻ ഇന്ത്യ ലോയേഴ്സ് ആർ വെരി ലിറ്റിൽ ട്രെയിൻഡ് ആസ് യെറ്റ്. നമ്മുടെ ഇന്ത്യയിൽ ലോയേഴ്സ് ഉണ്ടല്ലോ, അഭിഭാഷകർ, ഈ മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് പ്രാപ്തരായുള്ള അഭിഭാഷകരുടെ എണ്ണം കുറവാണെന്നാണ് പറയുന്നത് ഇന്ത്യയിൽ കേട്ടോ. അങ്ങനെയുള്ള അഭിഭാഷകർ കുറവാണ്. അതുകൊണ്ട് തന്നെ എക്സ്പോഷർ ഇൻ ദ കോംപ്ലക്സ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് ദ മെഡിക്കൽ കേസസ്. മെഡിക്കൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില സങ്കീർണ പ്രശ്നങ്ങള് നമ്മുടെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടാനായിട്ട്, എക്സ്പോഷർ ചെയ്യാനായിട്ട് നമുക്ക് എന്തറിഞ്ഞിരിക്കണം? ലീഗൽ ആസ്പെക്റ്റുകൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ലീഗൽ ആസ്പെക്ട് അറിഞ്ഞിട്ട് വേണം പുറത്തേക്ക് വിടാനായിട്ട്. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയ? ഓക്കെ. അപ്പോ വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. ഓക്കെ ആണോ? ഇല്ല, വായിച്ചു നോക്കണം. അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മാം.